ഫ്രണ്ട്സ്, ഔട്ട് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴത്തേക്കും നമുക്ക് പുതിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കാത്തുക്കുട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷമാട്ടോ. ഇതുപോലെ മീനൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കേ വൈകിട്ടാണ് കൊണ്ടുവന്നതുകൊണ്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും എല്ലാത്തിനെയും കൂടെ പെറുക്കി കൂട്ടിയെടുത്ത് ഇനി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിച്ചാണ് പുറത്തെടുത്തത്. ഇവരുള്ള മീൻ എന്തിനാണ് ഫ്രിഡ്ജ് വെച്ചതെന്ന് നിങ്ങൾ വിചാരിക്കാം കേട്ടോ. പക്ഷേ ഇവർക്ക് അത്ര ജീവനൊന്നും ഇല്ലായിരുന്നേ. ഇതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് പണി കിട്ടിയതാണ്. വല്ലുകാർത്തി കൊണ്ട് വെള്ളത്തിലിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും ചത്ത് കിടന്നു. ഞങ്ങൾക്ക് ഉപയോഗിക്കാനേ പറ്റിയില്ല. അതുകൊണ്ട് ഇനി ഒരു അബദ്ധം പറ്റരുതോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ചത്. ഫ്രിഡ്ജിൽ വെക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് എല്ലാത്തിനും കൂടെ വളച്ചൊതുക്കി ചുരുട്ടി കൂട്ടി ഫ്രിഡ്ജിലേക്ക് കയറ്റി. അതുകൊണ്ട് തന്നെ രാവിലെ എടുക്കാനായിട്ട് കുറേ പാടുപെട്ടെ. എങ്ങനെയെങ്കിലും വെട്ടി അടുത്ത പരിപാടി നോക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ആ കാത്തുക്കുട്ടൻ ഓരോ പരിപാടിയായിട്ട് വരുന്നത് കേട്ടോ. അവക്കും മീൻ വെട്ടണം. ഞാൻ ചെത്തുന്ന പോലെയൊക്കെ ചെത്താനായിട്ട് ആളൊരു കത്തിയൊക്കെ ആയിട്ട് ഓടി വന്നു കേട്ടോ. കയ്യിൽ കിട്ടിയ കത്തിക്ക് നല്ല മൂർച്ചയായിരുന്നു കാത്തുക്കുട്ടൻ്റെതേ. കേക്ക് കണ്ടിക്കാൻ ഉപയോഗിക്കുന്ന കത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാനായിട്ട് പറ്റി. അതിനിടയ്ക്ക് പിച്ചാത്തി വന്ന് എൻ്റെ കയ്യിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞേ. ആൾക്കാണെങ്കിൽ അന്നേരം ചോര കാണണം, ഞാൻ കരയുകയും ചെയ്യണം. ഒരു രീതിയിൽ കാത്തുക്കുട്ടനെ പറഞ്ഞു വിട്ട് ബാക്കിയുള്ള മീനുകളെല്ലാം വെട്ടി ജയിച്ചതേ ഇത്രയും കഷ്ണങ്ങൾ അതിന്ന് അടിച്ചു മാറ്റി കേട്ടോ. വേറെ ഒന്നിനല്ല, വെറൈറ്റി പിടിച്ച് അവസാനം ഞാൻ അച്ചാറിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ തലയും പാലും ബാക്കി കഷ്ണങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നത്. അതെല്ലാം ഞങ്ങളെടുത്ത് കറി വെച്ചു. ഒക്കെ കഷ്ണങ്ങളൊക്കെ കഴുകി വാരി വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു സംശയം, ഇതിപ്പോ മീനാണോ ചിക്കനാണോ എന്ന്. മുള്ളെല്ലാം മാറ്റിയത് കൊണ്ടേ ചിക്കൻ പോലെ തന്നെയാണ് ഓരോ കഷ്ണങ്ങളും ഇരിക്കുന്നത്. അപ്പൊ അടുത്തത് വറക്കാനുള്ള പരിപാടിയാണ് നോക്കിയത്. ഉപ്പും മഞ്ഞപ്പൊടിയും മുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി വെച്ച് ചൂടായി വന്ന എണ്ണയിലേക്ക് എല്ലാത്തിനും അങ്ങോട്ട് പെറുക്കിയിട്ട് നല്ല രീതിയിൽ മുരിച്ച് കരിച്ചങ്ങ് എടുത്ത് കേട്ടോ. ഉരിഞ്ഞു വരുമ്പോഴത്തേക്കുള്ള മണവും അതിൽ സൂപ്പറായിരുന്നു. അന്നേരം തന്നെ എടുത്ത് പെറുക്കി തിന്നാനായിട്ടാണ് എനിക്ക് തോന്നിയത്. കറക്കാനിട്ടപ്പോഴത്തേക്കും കുറുനരി ഓടി വന്നു കേട്ടോ. മണടിച്ചിട്ട് വന്നതാണെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ ആൾക്ക് വിശന്നിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് അവൾക്ക് ചോറ് വാരി കൊടുത്തേ. ചോറ് എടുക്കാൻ നേരത്ത് അവൾക്ക് അതിനകത്ത് മുരിങ്ങക്കോല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുരിങ്ങക്കോല് എടുത്ത് തിന്നുന്നതാണ് ഇപ്പൊ ഈ കാണുന്നത്. കറി വെച്ച കഷ്ണത്തിൽ ഒരെണ്ണം കാത്തുക്കുട്ടനും എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാത്തുക്കുട്ടന് വറുത്തതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം കറി വെച്ചതാണേ. അവൾക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞും എടുത്ത് കുറച്ച് അരയ്ക്കാനും എടുത്ത്. ആ സമയത്ത് മൂത്ത് വന്ന മീനെല്ലാം എടുത്ത് പാത്രത്തിലാക്കി കേട്ടോ. ആ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിക്കാനായിട്ട് ഇട്ടേ. കൂട്ടത്തിൽ കറിവേപ്പില ഇട്ട്. കറിവേപ്പിലയുടെ ഡിസൈൻ കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. വെള്ളം കയറി ഇറങ്ങിയ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറിവേപ്പില എല്ലാം പുഴു പിടിച്ച് പുഴു നിന്ന കറിവേപ്പില മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇതിനിടയ്ക്ക് കാത്തുക്കുട്ട വിശേഷം അന്വേഷിക്കാൻ ഓടി വന്നിരുന്നേ. കൂട്ടത്തിൽ നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് ഈ വെളുത്തുള്ളിയും തന്നെയാണ് ഈ അരച്ചെടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ കുറച്ചും അച്ചാറുപൊടിയും കായവും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് ഇടുകയും കുറച്ച് വിനാഗിരി ഒഴിച്ച് വാങ്ങി വെക്കുകയും ചെയ്തു കേട്ടോ. ഇത്രയും മാത്രമേ ചെയ്തുള്ളൂ. അപ്പം മീനച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.